പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചിരിക്കുന്നു. പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു 3 തവണ പോലീസ് പ്രയോഗിച്ചത്. ഇതിനുശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. 2 തവണ ഗ്രനേഡ് പ്രയോഗിച്ചു. ഈ 2 ഗ്രനേഡും പോലീസ് പ്രവർത്തകർ തന്നെ തിരിച്ച് പോലീസിന് ഒരു തവണ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. അതും പ്രവർത്തകർ തിരിച്ച് പോലീസിന് നേരെ എറിയുകയുണ്ടായി. ഈ വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകർ കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. SC/ST OBC OEC ഗ്രാൻഡ് ഉടൻ പൂർത്തീകരിക്കുക, ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന് നടപടി പിൻവലിക്കുക, KSRTC വിദ്യാർത്ഥി കൺസെൻഷനിലെ ഓൺലൈൻ അപാകതകൾ ഉടൻ പരിഹരിക്കുക, വിദ്യാഭ്യാസ മേഖലയോടുള്ള സർക്കാരിൻ്റെ അനാസ്ഥ അവസാനിപ്പിക്കുക, +10 സീറ്റ് അപാകതകൾ ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മുന്നിൽ എത്തിയതോടെ കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് വലിയ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പ്രവർത്തകർ തടഞ്ഞു. പിന്നീട് പ്രവർത്തകർ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചതോടുകൂടി തന്നെയാണ് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു ഉന്തും തള്ളും വന്നത്. അതിൽ പുരുഷ പോലീസുകൾ ആദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വനിതകൾ മതിൽ നിർത്തി മുകളിലേക്ക് ഉയർത്തി കയറിയതോടുകൂടി തന്നെ വീണ്ടും വനിതാ പോലീസുകളെ നിയോഗിച്ചുകൊണ്ട് ഇവരെ തടയാൻ ശ്രമിച്ചു. പക്ഷേ പ്രവർത്തകർ വീണ്ടും മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയും 2 തവണ ഗ്രനേഡ് പ്രയോഗിക്കുകയും 2 തവണ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ചെയ്തു. ഈ 2 തവണയും ഈ പ്രവർത്തകർ KSC പ്രവർത്തകർ തിരിച്ച് പോലീസിൻ്റെ നേരേക്ക് തന്നെ ഇത് എടുത്തെറിയുകയുണ്ട്. ഒരു തവണ പോലും പ്രവർത്തകരുടെ നേരേക്ക് ഈ ടിയർ ഗ്യാസ് പൊട്ടിയില്ല എന്നുള്ളത് തന്നെയാണ്. പ്രവർത്തകർ പോലീസ് ചിതറിയോടിയ ഒരു കാഴ്ചയായിരുന്നു കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ കാണാൻ സാധിച്ചത്. തുടർന്നാണ് പോലീസ് ഈ കളക്ടറേറ്റിൻ്റെ മതിലിന് മുകളിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് കളക്ടറേറ്റിൻ്റെ മതിലിന്